ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പാർട്ടി വോട്ടുകളിലെ ചോർച്ചയെന്ന് CPIM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധന നടത്താൻ തീരുമാനം. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കും. തിരുത്തൽ നടപടിക്ക് മാർഗരേഖ ഉണ്ടാക്കാനും നിർദ്ദേശമുയർന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. ഷഫീദ്, സെക്രട്ടേറിയറ്റിന്റെ മറ്റു വിലയിരുത്തൽ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് തോറ്റു എന്നതിൽ ഒരു വ്യക്തത പാർട്ടിക്കായി എന്ന് വിശ്വസിക്കാമോ? സുഹൈൽ, ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടറി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ ന്യായീകരണം, അതിന് വിശദീകരണം എന്ന് പറയുന്നത് CPIM പാർട്ടി കേഡർ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന വിലയിരുത്തലുണ്ടായി. മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്ക് CPIM തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്താനാണ് നീക്കം. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട് എന്നതാണ് പ്രധാന വിവരം. കാരണം പത്തനംതിട്ടയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. മാത്രമല്ല, പത്തനംതിട്ടയിൽ കമ്മീഷനെ നിയോഗിച്ചേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുതിർന്ന CPIM നേതാവായിട്ടുള്ള തോമസ് ഐസക് ചില എതിർ വിമർശനമടക്കമുള്ള കാര്യങ്ങൾ, പരോക്ഷ വിമർശനമടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. തിരുത്തൽ നടപടിക്ക് മാർഗരേഖ, അതും നേതൃയോഗങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യത അതുമുണ്ട്. മാത്രമല്ല, പാർട്ടിയെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും മാറ്റേണ്ട തിരുത്തൽ നയം, അത് സംബന്ധിച്ചും ഇന്ന് ചർച്ചയുണ്ടായി. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതേപോലെ തന്നെ അടുത്ത 3 ദിവസം തുടരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം, ഇതിലടക്കം വിശദമായ ചർച്ച അത് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പ്. സുഹൈൽ, ശരി, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാകും. ഉറച്ച വോട്ടുകൾ, കേഡർ വോട്ടുകൾ അടക്കം ചോർച്ചയുണ്ടായി എന്ന പൊതു വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നു. പരിശോധിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം പുറത്തുവരുന്നു. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.